ഡൂഡ് സാറേ പിന്നെ ഭയങ്കര സുഖം. ഞാൻ ഒരു പുതിയൊരു കോള് കേട്ടോ വന്നേക്കാ. മാലകൾ തീരണവരെ ക്യാപ്റ്റൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണോ അല്ലേ? നോക്കണം. ഇനി ഇവന്മാരോട് നനങ്ങിയാൽ അപ്പൊ എനിക്ക് വരും തരണം. ആ കാര്യം ഞാൻ എത്തി ഒരച്ചോണ്ട് നോക്കടാ. പണിയെടുക്കണ്ടോന്ന് അല്ലല്ല, മാല ചെയ്യുന്നത് കറക്റ്റാണോ? പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. കണ്ടോ ജയിലിൽ കയറുന്നത്? കണ്ടു, ഞാൻ കണ്ടു. എങ്ങനെയുണ്ട്? ഞാൻ കണ്ടു. ഓ, ഒന്നും അറിയാത്ത പോലെ പറയാണ്ട് ഞാൻ വിടില്ല മോളെ. ഞാൻ കണ്ടു. എന്ത് കണ്ടു? ക്യാമറ കയറി കഴിഞ്ഞപ്പോ നിങ്ങൾ അവിടെ കെട്ടിപ്പിടിച്ചത് എവിടെ? ഇത് തുറന്നപ്പേ ശരിയാണോ? എങ്കേയും തേടി മോശമുള്ള കാര്യം കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക. എന്താണ് പല്ലി ചെലച്ചതാ സത്യം. ഇവിടെ നിൽക്കുന്ന ഈ രീതിയിലാണ് ഇവർക്ക് പുറത്ത് ബോയ്സ് ഗേൾസ് ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് എനിക്ക് അറിയില്ല. നിനക്കതിന് പ്രശ്നം ഇല്ലെങ്കിൽ ഇപ്പൊ നീ ബോധേഡാവുന്ന എന്തിനാ? ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. Why? Because നിങ്ങളാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കൈൻഡ് ഓഫ് രീതിയിലുള്ള സംസാരം നീ സംസാരിക്കുന്നല്ല അവൻ സംസാരിക്കുന്ന കാണുന്നുണ്ട്. എന്റെ ചുറ്റിക്കളി ഒന്നും അവൾക്കറിയില്ല. ഞാൻ ആരാ പോൻ വരേക്ക് കോർക്ക് മനസ്സിലാണല്ലോ കോർക്ക്. ഇവിടെ പണിയെടുക്കുന്ന ആരെങ്കിലും ഉണ്ടാ? ആർക്കാന്ന് ആക്ച്വലി ജിൻഡോയ്ക്ക് കണക്കറിയില്ല എന്നുള്ളതിന്റെ വലിയ സത്യമാണിത്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ. പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ഇത്രയും മാല കോർത്തിട്ടുണ്ട്. ഇവിടെ കെട്ടാൻ വരുന്നത് ഞങ്ങൾ ഇവിടെ കെട്ടി. കെട്ടോളും ഒരാളാ. താൻ കണക്ക് പണിയിടോ പോയി ഷൊട്ടെ. എന്ത് ഷൊട്ടത്തരം കാണിച്ചാലും ചിരിക്കാൻ കുറെ ഷൊട്ടകളും കാണും. തനിക്ക് അരിഞ്ഞാണം പണിഞ്ഞേരട്ടെ എന്നാ? തനിക്ക് അരിഞ്ഞാണം പണിഞ്ഞേരട്ടെ? കിട്ടി. മുതല് കിട്ടി. രക്ഷപ്പെട്ടല്ല. വലിയ നീളത്തിനൊരു അരിഞ്ഞാണം പണിഞ്ഞെടുക്കട്ടെ. എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല. ഇനി എനിക്ക് മേലും കീഴും കാണിക്കരുത്. സുന്ദര വിട. ഈശോ അരഞ്ഞാണോ? ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? മനസ്സിന് നല്ലത് വിളിക്കുന്നുണ്ട്. നല്ലത്, നല്ല സ്കിന്ന സാധനം വിളിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച് അതെനിക്കറിയാടി. മരപ്പാഴായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇത് വെറും പാഴ്. ഷാജി കേട്ടാ ഇവിടെ എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. ജയിൽ പുള്ളിയുടെ അടുത്തേക്ക് കയറാൻ പാടില്ല. ജയിൽ തുറന്ന ഒരാൾ കയറി ഒരാളെ ഹക്ക് ചെയ്തു. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട. കുരുക്ക് വീണ് കഴിഞ്ഞു. കുരുക്കോ കൊച്ചു കള്ള ഒന്നും അറിഞ്ഞില്ലല്ലേ? അത് ഏറ്റവും വലിയ പണിഷ്മെന്റ്. ഞാൻ ലാലേട്ടൻ പറയുന്നുണ്ട്. നീ പൊടി തിരിച്ചാൽ മതി. നീ രാവിലെ ഗുളി കഴിച്ചില്ലേ? നീ ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനൊക്കെ ചിരിക്കുന്നതിന്. കഴിഞ്ഞെങ്കിൽ വെളിയിലോട്ടോ 4 പൂത്തിരിയും കത്തിച്ച് വാണാൻ വേണ്ടിട്ട് മേലെ പേരാണ്ട് കളി കളിക്കുക. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഇത്രയൊക്കെ ആയിട്ടും പുച്ഛം അല്ലേ?